ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തി, ഷെൽഫിന്റെ താക്കോല് രാധികയുടെ കയ്യിലായിരുന്നതുകൊണ്ട് അവൾ അറിയാതെ സ്വർണം ഒരിടത്തും പോകില്ല എന്നൊരു ന്യായം ആർക്ക് വേണമെങ്കിലും കണ്ടെത്താം. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയാം, രാധിക അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. നമുക്കങ്ങനെ മനസ്സിൽ തോന്നാനേ പാടില്ല. നമ്മുടെ വരണ്ട ഭാര്യയല്ലേ. ആഭരണങ്ങൾ പിന്നെ എവിടെ പോവാനാ? ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ആഭരണങ്ങൾ രാധികമുള്ള എടുത്തോ? അങ്ങനെയല്ല, ഓരോ ആഭരണം എനിക്ക് കാണാപ്പാടോ. അത് കാണാതായ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും രാധികമോള് ഇതിനിടയ്ക്ക് ആ ഷെൽഫ് തുറന്നിട്ടുണ്ടാവില്ല. അവളുടെ ശീലം വെച്ച് ഒരിക്കലും സംഭവിക്കില്ല. നിർബന്ധിച്ച് ഏൽപ്പിച്ചപ്പോ അത് വാങ്ങിവെച്ചു എന്നല്ലാതെ അതിന്റെ പേരിൽ ഒരധികാരം എടുക്കില്ല അവള്. അതെനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ കാണാതായതൊക്കെ? പത്മിനി ആദ്യം മനസമാധാനത്തോടെ ഇരുന്ന് ആലോചിക്ക്. താൻ ചിലപ്പത് വയ്ക്കാൻ മറന്നതാവൂ. വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ട് മാറ്റിവെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമില്ല. എന്നോടാണോ പറയുന്നത്? ഓർമ്മയുണ്ടോ, നമ്മുടെ വിവാഹം കഴിഞ്ഞ് 4ാമത്തെ ദിവസം തന്റെ കൈയിൽ കിടന്ന 3 വളകൾ കാണാനില്ലെന്ന് പറഞ്ഞ് വീട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങള്. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? താനത് ഊരി നമ്മുടെ തലയണയുടെ താഴെ വെച്ചിരുന്നു. കണ്ടെത്തിയത് 2 ദിവസം കഴിഞ്ഞിട്ടും. ഓർമ്മയുണ്ടോ? അതുപോലെയാണോ ഇത്? അതുപോലെ തലയണയുടെ കീഴെ വെച്ചു മറന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഈ വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ച് മറന്നിട്ടുണ്ടാവും. എടോ, ഇതിപ്പോ താൻ കുറ്റക്കാരിയാണെന്നോ തന്റെ ശ്രദ്ധക്കുറവുകൊണ്ടാണെന്നോ ആരും പറയില്ല. ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. താനത് അന്വേഷിച്ച് കണ്ടുപിടിക്ക. അല്ല, എങ്ങോട്ടാ? അല്ല, അത് അന്വേഷിക്കണ്ടേ? ആ, ഇതാ ഞാൻ പറഞ്ഞത്. ആദ്യം ഈ തിടുക്കൊന്ന് അവസാനിപ്പിക്ക്. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കുക. അത് കണ്ടെത്താതെ എവിടെ പോവാനാ? എനിക്ക് ഒരു സമാധാനമില്ല. എവിടെയെങ്കിലും ഉണ്ടാവുമല്ലേ? ഉണ്ടാകാതെ പിന്നെ കുറച്ചു കഴിയുമ്പോ അത് മനസ്സിൽ തെളിഞ്ഞു വരും. വരൺ, ഞാനും വരട്ടെ കൂടെ? കാര്യമായിട്ടാണോ? ആ, എങ്കിൽ പിന്നെ ചോദിക്കാണ്ടോ? താൻ കയറ്. നമ്മൾ നേരെ ഓഫീസിൽ പോകുന്നു, കുറച്ചേരം അവിടെ ഇരിക്കുന്നു, പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങുന്നു, എന്നിട്ട് ഒരു കറക്കം. ഓഫീസിലേക്ക് വരട്ടെ എന്നല്ല ഞാൻ ചോദിച്ചേ, എന്നെ ആറ്റോശ്ശേരിയിൽ ഇറക്കിയാ മതി. അതെന്തിനാ താനിപ്പോ ആറ്റുവാശ്ശേരിക്ക് പോന്നെ? പ്രിയങ്ക തിരിച്ചു വന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയില്ലല്ലോ, അവളെ ഒന്ന് കണ്ടില്ലല്ലോ. കാണണ്ട, അതാ നല്ലത്. അല്ല, അത് ശരിയല്ലല്ലോ. രാധിക, പ്രിയങ്ക വന്നതൊക്കെ ഞാനും അറിഞ്ഞല്ലേ. പക്ഷേ താനിപ്പോ ആറ്റുവാശ്ശേരിക്ക് ചെന്നാല് തന്റെ മുത്തശ്ശി ഉണ്ടല്ലോ, അവര് തന്നോട് പെരുമാറുന്നത് വളരെ ക്രൂരമായിട്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രിയങ്കയുടെ ഇപ്പോഴത്തെ കണ്ടീഷന് താനാണ് കാരണമെന്നും പറയും. ഇവിടുന്ന് അത്ര ദൂരം പോയിട്ട് കരഞ്ഞു വിളിച്ച് തിരിച്ചു വരണോ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രേ ഉള്ളൂ. ശരി. താനും നിന്നേ. എടോ, തന്നെ എനിക്ക് മനസ്സാകും. കൊല്ലാൻ അവള് തീരുമാനിച്ചപ്പോ പോലും എന്റെ അനിയത്തിയല്ലേ അവളെന്ന് ചോദിച്ചോളാ താൻ. താവാ, ഞാൻ തന്നെ ഇവിടെ ഇറക്കാം. ആ, വേണ്ട, വരണ്ട ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുന്നില്ല. എടോ, താൻ ആറ്റുവാശ്ശേരിക്ക് പോകുന്നതും തന്റെ അച്ഛനും അമ്മയും കാണുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യാ. പക്ഷേ ഇനി ഒരിക്കലും ഒരു വേദന തനിക്കുണ്ടാവരുത്, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാ ചില കാര്യങ്ങളിലൊക്കെ ഞാനിങ്ങനെ തടസ്സം നിൽക്കുന്നേ. നോക്ക്, പ്രിയങ്ക ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നോളണം. കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുമ്പോഴാണല്ലോ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ മുത്തശ്ശിയും അച്ഛനും അമ്മയൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? മനസ്സ് നിറയെ നന്മയുള്ളവളാണ് രാധിക. അത്രയും നന്മയുള്ള ഒരാൾക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമെന്ന്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ എന്നെ ആ നിമിഷം തന്നെ വിളിക്കണം. വിളിച്ചു തന്നെ. അതെ, ഇനി ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇവിടുന്ന് ഏത് കണ്ടീഷനാണോ പോകുന്നത് അതേ കണ്ടീഷനിൽ തന്നെ തിരിച്ചെത്തിക്കണം. നോക്ക്, എന്റെ പെണ്ണ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. എനിക്കത്രയേ ഉള്ളൂ. കേറ്.
ഉർവശി, ആ എന്താ എടുത്തി? നീ എപ്പോഴാ വന്നേ? നീ ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അടുക്കളയിൽ ചെന്നപ്പോ ഏട്ടത്തിയെ കണ്ടില്ല. ഇതുവഴി പോകുമ്പോ ഏട്ടത്തി ഇവിടെ നിൽക്കുന്ന കണ്ടു. എന്തെങ്കിലും കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അല്ല, ഏട്ടത്തിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു. ഏയ്, ഒന്നുമില്ല. ഓ, എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നെ പിന്നെ ആ തരത്തിലല്ലേ കൂട്ടിയിട്ടുള്ളൂ. നിന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നുമല്ല. ഷെൽഫിലെ സ്വർണ്ണാഭരണങ്ങളിൽ കുറച്ച് കുറവുണ്ടോന്നൊരു സംശയം. അതെങ്ങനെ? ഷെൽഫിന്റെ താക്കോലൊക്കെ ഏട്ടത്തി രാധികയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നേ? അതെ, പക്ഷേ സ്വർണം പോയിട്ടുണ്ടെന്നുള്ളത് സത്യമോ? ഞാൻ 2-3 തവണയെ നോക്കുന്നു. ആ ഏട്ടത്തി, ഷെൽഫിന്റെ താക്കോല് രാധികയുടെ കയ്യിലായിരുന്നതുകൊണ്ട് അവൾ അറിയാതെ സ്വർണം ഒരിടത്തും പോകില്ല എന്നൊരു ന്യായം ആർക്ക് വേണമെങ്കിലും കണ്ടെത്താം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, രാധിക അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. നമുക്കങ്ങനെ മനസ്സിൽ തോന്നാനേ പാടില്ല. നമ്മുടെ വരണ്ട ഭാര്യയല്ലേ. രാധിക മോളെ കുറിച്ച് എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ എന്നാലും ഇതിനൊരു ഉത്തരം വേണ്ടേ? ഇപ്പൊ ഇത് ഞാനും ഏട്ടത്തി മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. തൽക്കാലം ഇതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ വീടിനകത്ത് നടന്ന കാര്യമാവുമ്പോ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച ഇതിന്റെ ഉത്തരം നമുക്ക് കിട്ടും. അതിനിടയില് ചെറിയ ഒരു സംശയം പോലും ഏട്ടത്തി രാധിയോട് കാണിക്കരുത്. അത് അവക്ക് താങ്ങില്ല. കണിമംഗലം കുടുംബത്ത് എന്നെ കാണുന്നത് പോലെ അല്ല ഏട്ടത്തെ കാണുന്നത്. ഞാൻ ചിലപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയും, ആരെങ്കിലുമൊക്കെ ചീത്തയും പറയും. പക്ഷെ അമ്മ എപ്പോഴും പറയും, വ്യക്തമായിട്ട് ആലോചിക്കാതെ പത്മിനി ഒന്നും സംസാരിക്കില്ലെന്ന്. ആ പക്വത ഏട്ടത്തി ഈ കാര്യത്തിൽ കാണിക്കണം.